നമ്മുടെ ദുബായ് യാത്രയുടെ ഭാഗമായി നമ്മളിപ്പോഴുള്ളത് അബുദാബിയിലാണ്. UAE-യിലെ ഏറ്റവും വലിയ മോസ്കായ ഷെയ്ഖ് സയ്യിദ് ഗ്രാൻഡ് മോസ്ക് കണ്ട ശേഷം നമ്മളിപ്പോൾ പോകുന്നത് ഫെരാരി വേൾഡിലോട്ടാണ്. അബുദാബിയിലെ യാസ് ദ്വീപിൽ സ്ഥിതി ചെയ്യുന്ന ഒരു ഇൻഡോർ തീം പാർക്കാണ് ഫെരാരി വേൾഡ്. ലോകത്തിലെ തന്നെ ആദ്യത്തെ ഫെരാരി തീം പാർക്കാണിത്. 2010 മുതൽ ലോകത്തിലെ ഏറ്റവും വേഗതയേറിയ റോളർ കോസ്റ്ററിനുള്ള റെക്കോർഡ് കൈവശം വെച്ചിരിക്കുന്നത് ഫോർമുല റോസയുടെ ആസ്ഥാനമായ ഇവിടെ ഫെരാരി വേൾഡിലാണ്. യാസ് വാട്ടർ വേൾഡ്, വാർണർ ബ്രദേഴ്സ് വേൾഡ് അബുദാബി, യാസ് മറീന സർക്യൂട്ട് തുടങ്ങിയ മറ്റ് ആകർഷണങ്ങൾ ഉൾപ്പെടുന്ന ഒരു വലിയ യാസ് ഐലൻഡ് വിനോദ സമുച്ചയത്തിൻ്റെ പ്രധാന ഭാഗമാണ് ഈ ഫെരാരി വേൾഡ്. 2007 നവംബർ 3-നാണ് ഈ പാർക്കിന് തറക്കല്ലിട്ടത്. 2010 നവംബർ 4-ന് ഇത് പൊതുജനങ്ങൾക്കായി ഔദ്യോഗികമായി തുറന്നു കൊടുക്കുകയും ചെയ്തു. ആഴ്ചയിൽ എല്ലാ ദിവസവും ഫെരാരി വേൾഡ് തുറന്നു പ്രവർത്തിക്കും. രാവിലെ 10 മുതൽ വൈകിട്ട് 7 മണി വരെയാണ് ഇതിൻ്റെ പ്രവർത്തന സമയം. എന്നിരുന്നാലും ഈ സമയത്തിൽ മാറ്റം വരാൻ സാധ്യതയുണ്ട്. ഫെരാരി വേൾഡ് മൊത്തത്തിൽ അനുഭവിച്ചറിയാൻ നമുക്ക് ഏതാണ്ട് ഒരു 5-6 മണിക്കൂർ ആവശ്യമാണ്. എന്നിരുന്നാലും വീക്കെൻഡ് ഡേയ്സുകളിൽ മറ്റുമാണെങ്കിൽ നല്ല തിരക്കായിരിക്കും ഇവിടെ. അപ്പോൾ നമുക്ക് ഏതാണ്ട് മുഴുവൻ സമയവും ഒരു മുഴുവൻ ദിവസവും നമുക്ക് ആവശ്യമായി വരും. ഞങ്ങൾ ഫെരാരി വേൾഡിൽ പോയത് ജനുവരി മാസമാണ്. ദുബായിലെ ഏറ്റവും തിരക്കേറിയ സമയമാണ് ഡിസംബർ ജനുവരി മാസം. അതുകൊണ്ട് തന്നെ ഞങ്ങൾക്ക് ഒരു തരത്തിലുള്ള റൈഡുകളിലും മറ്റും പങ്കെടുക്കാൻ സാധിച്ചില്ല. എല്ലാം ഒരു മുഴുവൻ ദിവസത്തേക്കും ബുക്കിംഗ് ആയിരുന്നു. ഇത്രയധികം തിരക്കായതുകൊണ്ട് തന്നെ പല റൈഡുകളിലേക്കും മറ്റും ഞങ്ങൾക്ക് ബുക്ക് ചെയ്ത ശേഷം പിറ്റേ ദിവസം വന്ന് കയറാനുള്ള അനുവാദം കിട്ടിയിരുന്നു. പക്ഷെ നമ്മൾക്ക് മറ്റു പല സ്ഥലങ്ങളിലും പോകാനുള്ളതുകൊണ്ട് തന്നെ നമുക്ക് ആ ഓഫർ സ്വീകരിക്കാൻ സാധിച്ചില്ല. ഒരാൾക്ക് ഫെരാരി വേൾഡ് സന്ദർശിക്കാനുള്ള എൻട്രി ഫീ 475 ദിർഹംസാണ്. ഇത് നമ്മൾ 2 പേർക്ക് വേണ്ടിയും 3 പേർക്കുമെല്ലാം ബുക്ക് ചെയ്യുമ്പോൾ റേറ്റിൽ വ്യത്യാസം വരാൻ സാധ്യതയുണ്ട്. ഫെരാരി വേൾഡിൻ്റെ വെബ്സൈറ്റിൽ ഈ പ്രൈസിംഗ് ഡീറ്റെയിൽസും മറ്റും കറക്റ്റായി കൊടുത്തിട്ടുണ്ട്. ദുബായ് സന്ദർശന വേളയിൽ തീർച്ചയായും കണ്ടിരിക്കേണ്ട ഒന്നാണ് ഫെരാരി വേൾഡ്. വീക്കെൻഡിലും അതുപോലെ പബ്ലിക് ഹോളിഡേയ്സിലുമാണ് നിങ്ങൾ ഫെരാരി വേൾഡ് സന്ദർശിക്കുന്നതെങ്കിൽ തീർച്ചയായിട്ടും നല്ല രീതിയിലുള്ള തിരക്ക് പ്രതീക്ഷിക്കാവുന്നതാണ്. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ എല്ലാവിധ ആക്ടിവിറ്റികളിലും പങ്കെടുക്കാൻ നേരത്തെ തന്നെ പോയി ബുക്ക് ചെയ്ത് സമയം കണ്ടെത്താവുന്നതാണ്. ഫെരാരി വേൾഡിൽ നമ്മൾക്ക് ഫെരാരിയുടെ നിരവധി പഴയതും പുതിയതുമായ കാറുകളും മറ്റു മോഡലുകളും കാണാൻ സാധിക്കും. കൂടാതെ ഫോർമുല 1 റേസിംഗിന് ഉപയോഗിച്ചിരിക്കുന്ന ഫോർമുല 1 കാറുകളും അതുപോലെ തന്നെ നമ്മൾക്ക് ഫെരാരിയുടെ കാറുകൾ ഡ്രൈവ് ചെയ്യുന്നതിനുള്ള ഓപ്ഷൻസുമുണ്ട്. ഇങ്ങനെ കാർ ഡ്രൈവ് ചെയ്ത് നമ്മൾക്ക് ഈ പാർക്കിൽ നിന്നും പുറത്തേക്ക് പോകാൻ സാധിക്കും. ഇതിൽ നമ്മൾ എക്സ്ട്രാ പേയ്മെൻറ്റ് കൊടുക്കേണ്ടതായിട്ടുണ്ട്. ഏതാണ്ട് ഇന്ത്യൻ രൂപ 20,000-നും 25,000-നും ഇടയ്ക്കാണ് ഇതിനുള്ള റേറ്റ്. നമ്മുടെ കൂടെ ഒരു അപ്രൂവ്ഡ് ഡ്രൈവറും ഉണ്ടാകും. 2002 ഫോർമുല 1 ചാമ്പ്യൻഷിപ്പിൽ ഫെരാരിക്ക് വേണ്ടി മൈക്കൽ ഷുമാക്കറാണ് വാഹനം ഓടിച്ചത്. എല്ലാ മത്സരങ്ങളിലും അദ്ദേഹം ഫിനിഷ് ചെയ്യുകയും റെക്കോർഡ് സ്ഥാപിക്കുകയും ചെയ്തു. അന്ന് അദ്ദേഹം ഓടിച്ച വാഹനവും മറ്റും നമ്മൾക്ക് ഇവിടുത്തെ ഗാലറിയിൽ കാണാൻ സാധിക്കും. ഇത്തരത്തിലുള്ള നിരവധി അട്രാക്ഷൻസും അത്ഭുതങ്ങളും നിറഞ്ഞ ഒന്നാണ് ഫെരാരി വേൾഡ്. ലോകത്തിലെ ഏറ്റവും വേഗത കൂടിയ റോളർ കോസ്റ്റർ, ഏറ്റവും ഉയരം കൂടിയ ലൂപ്പ് റൈഡ്, ഇന്നുവരെ ഭൂമിയിൽ നിർമ്മിച്ചതിൽ ഏറ്റവും ഉയരം കൂടിയ സ്പേസ് ഫ്രെയിം തുടങ്ങി നിരവധി അട്രാക്ഷൻസാണ് ഫെരാരി വേൾഡിലുള്ളത്. കൂടാതെ ലോകത്തിലെ ഏറ്റവും വേഗത കൂടിയ റോളർ കോസ്റ്ററായ ഫോർമുല റോസ മണിക്കൂറിൽ 240 കിലോമീറ്റർ വരെ വേഗത്തിൽ പോകാൻ സാധിക്കും. 2010 നവംബറിൽ തുറന്നപ്പോൾ മുതൽ തന്നെ ഇത് വേഗതയുടെ കാര്യത്തിൽ റെക്കോർഡ് ഹോൾഡറാണ്. 0-ൽ നിന്നും 100 കിലോമീറ്റർ വേഗത എത്താൻ വെറും 2 സെക്കൻഡ് മതി. ഏതാണ്ട് 4.9 സെക്കൻഡിൽ തന്നെ ഇത് പരമാവധി വേഗത്തിലാവുകയും ചെയ്യും. ഫോർമുല 1 റേസിംഗുമായുള്ള ഫെരാരിയുടെ ബന്ധം ഫോർമുല റോസയുടെ പ്രമേയത്തിൻ്റെ കേന്ദ്ര ബിന്ദുവാണ്. ഫോർമുല 1 ഡ്രൈവർ അനുഭവിക്കുന്ന അനുഭവങ്ങൾ ആളുകളിലേക്ക് എത്തിക്കുക എന്നാണ് ഇതിൻ്റെ പ്രധാന ഉദ്ദേശം. ഒരു ഫോർമുല 1 റേസിംഗിൽ ആയിരിക്കുമ്പോൾ ഡ്രൈവറുടെ വികാരവും തീവ്രതയും എങ്ങനെയുള്ളതായിരിക്കുക എന്നതിനെക്കുറിച്ചുള്ള ഒരു അറിവ് കൂടിയാണ്.
ഇതാണ് 2002 ഫോമുല 1 വേൾഡ് ചാമ്പ്യൻഷിപ്പിൽ ഓടിച്ച വാഹനങ്ങളുടെയും മറ്റും ഗാലറി. 2002 ഫെരാരിക്ക് വേണ്ടി മൈക്കൽ ഷുമാക്കറാണ് വാഹനം ഓടിച്ചത്. അദ്ദേഹം തുടർച്ചയായി 3-ാം തവണ കിരീടം നേടുകയും എല്ലാ മത്സരങ്ങളിലും പോഡിയത്തിൽ ഫിനിഷ് ചെയ്യുന്നതിൻ്റെ റെക്കോർഡ് സ്ഥാപിക്കുകയും ചെയ്തു. അന്ന് അദ്ദേഹം ഓടിച്ച വാഹനവും മറ്റും നമുക്ക് ഇവിടെ കാണാൻ സാധിക്കും. ഇതാണ് ഞാൻ മുന്നേ പറഞ്ഞതുപോലെ നമ്മൾ എക്സ്ട്രാ പേയ്മെൻറ്റ് കൊടുക്കുകയാണെങ്കിൽ, അതായത് ഇന്ത്യൻ രൂപ ഏതാണ്ട് 25,000 രൂപ കൊടുക്കുകയാണെങ്കിൽ നമ്മൾക്ക് ഫെരാരിയുടെ കാർ ഓടിക്കാനുള്ള അവസരമുള്ളത്. ഈ 2 കാറുകളിൽ ഒന്നാണ് നമുക്ക് ഓടിക്കാൻ സാധിക്കുന്നത്. ഈ കാറുമായി നമ്മൾക്ക് ഈ പാർക്കിൽ നിന്നും പുറത്തേക്ക് പോകാൻ സാധിക്കും. നമ്മുടെ കൂടെ ഒരു ഡ്രൈവറും എക്സ്ട്രാ ഉണ്ടാവുകയും ചെയ്യും. എൻ്റെ കൂടെ ഉണ്ടായിരുന്ന ആദർശിന് ഈ ഫെരാരി കാർ ഓടിക്കുന്നതിന് ഭയങ്കര ആഗ്രഹമുണ്ടായിരുന്നു. പക്ഷേ ഇന്നത്തേക്കുള്ള കംപ്ലീറ്റ് ബുക്കിങ്ങും ക്ലോസ് ആയതുകൊണ്ട് തന്നെ നമ്മൾക്കതിന് സാധിച്ചില്ല. ഇതാണ് നമ്മൾ മുന്നേ പറഞ്ഞ ലോകത്തിൽ തന്നെ ഏറ്റവും വേഗത കൂടിയ റോളർ കോസ്റ്ററായ ഫോർമുല റോസ. മണിക്കൂറിൽ ഇതിൻ്റെ പരമാവധി വേഗത 240 കിലോമീറ്ററാണ്. കൂടാതെ തന്നെ 2 സെക്കൻഡ് മതി ഇതിന് 0 നിന്നും 100 കിലോമീറ്റർ വേഗത കൈവരിക്കാൻ. കൂടാതെ 4.9 സെക്കൻഡിനുള്ളിൽ തന്നെ ഇത് ഇതിൻ്റെ പരമാവധി വേഗതയായ 240 കിലോമീറ്ററിലേക്ക് എത്തിച്ചേരുകയും ചെയ്യും. Don't come to this season. Come in this season. Oh my God! What is that, man? Missile. अभी आ गया है ऊपर जाता है। ये तो फ्लाइट मुझे लगता है ये वाला सबसे तेज ये वाला है।
എല്ലാത്തിലും നമുക്ക് കയറാൻ തോന്നുന്നു, എല്ലാ റൈഡിലും അല്ലേ? അതൊക്കെ പിള്ളേരുടെ ഇടാം. Race to rescue action. Starting in just 5. ഇത് ഫെറാരി വേൾഡിലെ ഒരു റെസ്റ്റോറൻറ്റ് മുൻവശമാണ്. ഇവിടെ നിന്ന് ഭക്ഷണമെല്ലാം കഴിച്ച ശേഷം ഏതാണ്ട് ഒരു 7 മണിയോട് കൂടി തന്നെ നമ്മൾ പുറത്തിറങ്ങി. ഇനി നമ്മൾ പോകുന്നത് ഗ്ലോബൽ വില്ലേജിലോട്ടാണ്. ഇവിടെ നിന്ന് ഏതാണ്ട് 105 കിലോമീറ്ററോളം ദൂരമുണ്ട് ഗ്ലോബൽ വില്ലേജിലോട്ട്. നമ്മൾക്ക് ഇവിടെ നിന്നും മെട്രോ എടുത്ത ശേഷം ഒരു പോയിന്റിൽ ഇറങ്ങി അവിടെ നിന്നും ബസ് പിടിച്ച് വേണം ഗ്ലോബൽ വില്ലേജിലോട്ട് പോകാൻ. അപ്പോൾ നമുക്ക് ഗ്ലോബൽ വില്ലേജിൻ്റെ വീഡിയോയുമായി അടുത്ത എപ്പിസോഡിൽ കാണാം.
വീഡിയോ കണ്ട എല്ലാവർക്കും വളരെയധികം നന്ദി. നിങ്ങൾക്കെല്ലാം വീഡിയോ ഇഷ്ടമായെന്ന് കരുതുന്നു. നമുക്ക് മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം. അതുവരെ എല്ലാവരും ടേക്ക് കെയർ. ബൈ.